ഇപ്പോഴൊരു പ്രധാന വിവരം വരുന്നത് തൃശ്ശൂരിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് റെയ്ഡ് നടത്തുന്നു എന്നതാണ്. പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. തൃശ്ശൂരിൽ നിന്ന് ആ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത മദ്യക്കുപ്പികളുടെ ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പരിശോധനയിൽ ഇത്രയും മദ്യം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ പരിശോധന നടത്തിയത്. ഇതൊക്കെ കൈക്കൂലി പണം അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കൈക്കൂലി ഇനത്തിൽ ഈ ഓഫീസർക്ക് കിട്ടിയ മദ്യമായിരിക്കും എന്നുറപ്പിക്കാം, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ വിജിലൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തൃശൂർ ചെമ്പൂക്കാവിലെ എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത്. വൈകുന്നേരത്തോട് കൂടി നടത്തിയ റെയ്ഡിലാണ് ഇപ്പോൾ ഈ ഇൻസ്പെക്ടറുടെ, അതായത് റേഞ്ച് CI ആയിട്ടുള്ള അശോക് കുമാറിന്റെ വാഹനത്തിൽ നിന്ന് 42,000 രൂപയും അതോടൊപ്പം തന്നെ ഓഫീസിൽ നിന്ന് 32,000 രൂപയും വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത്രയും രൂപ ഈ അവിടെയുള്ള ഒരു ലെഡ്ജറിൽ എഴുതി വെക്കണം എന്നതാണ് ചട്ടം. അതുകൊണ്ട് തന്നെ കണക്കിൽപ്പെടാത്ത പണമാണ് കണ്ടെടുത്തത് എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. അതോടൊപ്പം തന്നെ 12 മദ്യക്കുപ്പികളും കണ്ടെടുത്തിട്ടുണ്ട്. ക്രിസ്മസ് കാലത്ത് ഇവർക്ക് കൈക്കൂലിയായി തന്നെ ലഭിച്ചതാണ് ഈ 12 മദ്യക്കുപ്പികൾ എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ വിജിലൻസ് യൂണിറ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അപ്രതീക്ഷിതമായ ഒരു മിന്നൽ റെയ്ഡിലേക്ക് പോയത്. അങ്ങനെയാണ് ഈ എക്സൈസ് സിയുടെ റേഞ്ച് ഓഫീസിൽ തന്നെ പരിശോധന നടത്തുന്നതും ഈ മദ്യക്കുപ്പികളും പണവും കണ്ടെടുത്തിരിക്കുന്ന വിജയകുമാർ. അല്ല, ഇതിൽ സൂരജ് തുടർ നടപടികൾ എന്തൊക്കെയാണ്? ഇത് കേവലം ഒരു ഓഫീസിൽ മദ്യക്കുപ്പികൾ സമ്മാനമായി ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഇത്രയും മദ്യക്കുപ്പികൾ സമ്മാനമായി ലഭിക്കാനിടയായ സാഹചര്യം, അവർ നടത്തിയ ഇടപെടൽ, ഇതിലൊക്കെ കൂടുതൽ പരിശോധന ഉറപ്പായും നടത്തില്ല. ഇപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് കാലമാണ്. കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഓഫീസാണ്, അതിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരാണ്. കൈക്കൂലി വാങ്ങിയത് മദ്യം അത് കണ്ടെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടികൾ ഉറപ്പായും ഉണ്ടാകുമല്ലോ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വിജിലൻസ് യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് കൃത്യമായും ഈ CIയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നു എന്ന വിവരം തന്നെയായിരുന്നു തൃശൂർ വിജിലൻസ് യൂണിറ്റിന് ലഭിച്ചത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ വിജിലൻസ് യൂണിറ്റ് ഈ CIയുടെ കാര്യാലയത്തിൽ എത്തുന്നതും പിന്നീട് പരിശോധന നടത്തുന്നതും ഈ അനധികൃതമായി പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഈ വാഹനത്തിൽ തന്നെ ആദ്യം പരിശോധന നടത്തുന്നു. CIയുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നാണ് 42,000 രൂപ കണ്ടെടുക്കുന്നത്. അതിനുശേഷം ഓഫീസിലും ഇതേ സംഘം പരിശോധന നടത്തുന്നു. ഓഫീസിൽ നിന്നും 32,000 രൂപ കണ്ടെടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓഫീസിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ മദ്യക്കുപ്പി കൈക്കൂലി ഇനത്തിൽ കൈപ്പറ്റിയതാണ് എന്ന് വിജിലൻസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് വിജിലൻസിന് ചില പരാതിക്കാരുടെ പരാതി ലഭിച്ചത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് പരിശോധന നടത്തിയത്. സ്വാഭാവികമായും രാവിലെ ഡ്യൂട്ടിയിൽ കയറുന്ന ഉദ്യോഗസ്ഥൻ അവരുടെ കയ്യിലുള്ള പണം എത്രയാണ് എന്നുള്ളത് അവിടുത്തെ ലെഡ്ജറിൽ രേഖപ്പെടുത്തണമെന്നുള്ളതാണ് ചട്ടം. അങ്ങനെ ഈ പണം കൃത്യമായി ഇവരെല്ലാവരും കയ്യിലുള്ള പണം രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് പുറമെയുള്ള തുകയാണ് ഇപ്പോൾ ഈ ഓഫീസിൽ നിന്നും ഇവരുടെ കൈക്കിൽ നിന്നും നിലവിൽ വിജിലൻസ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൈക്കൂലിപ്പണമാണ് എന്ന് വിജിലൻസ് ഉറപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഈ CIക്കെതിരെ ഗുരുതരമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ വിജിലൻസ് വ്യക്തമാക്കുന്നത്. CI അല്പസമയത്തിനകം തന്നെ കസ്റ്റഡിയിലെടുക്കും. നിലവിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് തൃശ്ശൂരിലെ വിജിലൻസ് യൂണിറ്റ്. വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. തൃശ്ശൂരിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിലാണ് വിജിലൻസ് റെയ്ഡ് നടന്നത്. പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു വിജിലൻസ് അവിടെ പരിശോധന നടത്തിയപ്പോൾ തുടർ നടപടികൾ ഉണ്ടാകും. ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതിയുണ്ട് എന്ന് തന്നെയാണ് തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സുരേഷ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.